ളുഹർ നിസ്കരിച്ചതിന് ശേഷം ഈ ദിക്ർ നിങ്ങൾ ചൊല്ലിയാൽ വലിയ നേട്ടങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ഒന്നല്ല, 3 നേട്ടം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ളുഹർ നിസ്കരിക്കാറില്ലേ? ആ ളുഹർ നിസ്കാരത്തിന് ശേഷം നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ എന്ന് ചൊല്ലുക. എത്ര തവണയാണ് ചൊല്ലേണ്ടത്? 100 തവണ ചൊല്ലുക. 100 തവണ. 100 തവണ ചൊല്ലാൻ വളരെ കുറഞ്ഞ സമയം മതി. അപ്പോൾ ളുഹർ നിസ്കരിച്ചിരുന്ന് ദുആ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ എന്ന് ചൊല്ലാം. അങ്ങനെ ചൊല്ലിയാൽ എന്താ നേട്ടം? വൻ നേട്ടങ്ങളാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഒന്നാമത്തെ നേട്ടം, നിങ്ങൾക്ക് ദാരിദ്ര്യത്തിൽ നിന്ന് കാവൽ കിട്ടാൻ ഇത് കാരണമാകും. രണ്ടാമത്തെ നേട്ടം, വളരെ പ്രധാനപ്പെട്ട ഒരു നേട്ടം, ഏകാന്തത അനുഭവപ്പെടൂല നിങ്ങൾക്ക്. മനുഷ്യൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രയാസങ്ങളിൽ ഒന്നാണ് ഏകാന്തത അനുഭവപ്പെടുക എന്നുള്ളത്. അതിൽ നിന്ന് രക്ഷപ്പെടും. ഈ പറഞ്ഞതൊന്നുമല്ല നേട്ടം, ഇനി പറയുന്നതാണ് ഏറ്റവും വലിയ നേട്ടം. നമ്മളൊക്കെ മരിക്കുമല്ലോ അല്ലേ? എപ്പോഴാണെന്നറിയില്ല. ഇന്നാണോ നാളെയാണോ മറ്റന്നാളെയാണോ ഒന്നും നമുക്കറിയില്ല. നോക്കൂ, അങ്ങനെ മരിച്ചാൽ ഖബർ ശിക്ഷയിൽ നിന്ന് വലിയ രക്ഷ കിട്ടാൻ ഇത് കാരണമാകും. ഖബറിന് രക്ഷപ്പെടാൻ ഇത് കാരണമാകും. ശിക്ഷ ഉണ്ടാവില്ല. എത്ര വലിയ നേട്ടാണല്ലേ? ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇത് ചൊല്ലിക്കഴിഞ്ഞിട്ട് 2 കൈകളും അള്ളാഹുലേക്ക് ഉയർത്തുക. എന്നിട്ട് മനസ്സറിഞ്ഞ് അള്ളാഹുവിനോട് ദുആ ചെയ്യാം. മനസ്സറിഞ്ഞ് ദുആ ചെയ്യണം. അള്ളാഹു എന്നെ രക്ഷപ്പെടുത്തി തരണേ എന്ന്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ അങ്ങനെ ദുആ ചെയ്ത് അള്ളാഹു ദുആ സ്വീകരിച്ചാൽ ഈ 3 നേട്ടങ്ങൾ നിങ്ങൾക്ക് കിട്ടാൻ കാരണമാകും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ 3 നേട്ടങ്ങളും നമുക്ക് ലഭിക്കുന്നവരിൽ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. ഇത് ചൊല്ലാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. ഒരുപാട് ആളുകൾ കമന്റിലൂടെ പല വിഷയങ്ങൾ പറഞ്ഞു ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു അവരുടെ ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.